നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വിശദമായി കൊട്ടാരക്കര ഇഞ്ചക്കാട്ട് റോഡരികിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയതായി പരാതി. പുലമൺതോട്ടിലേക്ക് മാലിന്യം ഒലിച്ചിറങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കി. ഇഞ്ചക്കാട്ട് റോഡിന്റെ വശത്താണ് കഴിഞ്ഞ ദിവസം രാത്രി സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയത്. MC റോഡിന് സമീപം മൈലം കൊച്ചാലുമൂട് പാതയുടെ വശത്തുള്ള ഓടയിലാണ് മാലിന്യം ഒഴുക്കിയത്. ചെറുതോട്ടിലൂടെ പുലമൺതോട്ടിലേക്കാണ് മാലിന്യം എത്തുക. ഇത് നാട്ടുകാരെ ആശങ്കയിലാക്കുന്നു. ആരോഗ്യവകുപ്പ് അധികൃതർക്കും പോലീസിലും പരാതി നൽകി. മുമ്പും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം തള്ളിയിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. MC റോഡിന് സമീപത്തായി പുലമൺതോട്ടിലേക്ക് ഒഴുകിയിറക്കുന്ന രീതിയിൽ കക്കൂസ് മാലിന്യങ്ങൾ നിരവധി തവണ കൊണ്ട് ഒഴുക്കിയിട്ടുള്ളതാണ്. ഇതിനെതിരെ നാട്ടുകാർ പല പ്രാവശ്യം അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും അടിയന്തരമായി ഇതിന് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നതാണ്. നിരവധി പേർ ആശ്രയിക്കുന്ന തോട്ടിലേക്ക് മനുഷ്യവിസർജ്യം കലരുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് ആശങ്ക. മാലിന്യം തള്ളിയവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ കുറ്റിപ്പുറം മിനി പമ്പയിൽ കുന്നുകൂടിയ മാലിന്യം നീക്കാൻ നടപടി തുടങ്ങി. തവനൂർ പഞ്ചായത്തിൽ ഇതടക്കം 22 കേന്ദ്രങ്ങളിലാണ് മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ തുടങ്ങിയത്. ശുചിത്വ പഞ്ചായത്തായി തവനൂരിനെ മാറ്റാനാണ് നടപടി. പഞ്ചായത്തിലെ 22ഓളം കേന്ദ്രങ്ങളിലാണ് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ സംവിധാനം ഒരുക്കിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്ലാസ്റ്റിക് ശേഖരിക്കുക. ഒട്ടേറെ പേർ എത്തുന്ന മേഖലയായതിനാലാണ് മിനി പമ്പയിൽ മാലിന്യം കുന്നുകൂടിയത്. ഈ സാഹചര്യത്തിലാണ് പദ്ധതി തയ്യാറാക്കിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് നിയന്ത്രിക്കാനും നടപടിയുണ്ടാകും. നമ്മളിപ്പോൾ ഹരിത കർമ്മസേനയെ വെച്ചിട്ടാണ് നമ്മൾ സ്വതവേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വാർഡുകളിൽ ഇറങ്ങി അവിടുന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാം. അതുപോലെ ഇനി പല മേഖലകളിലും മിനി MCFകൾ സ്ഥാപിച്ച് അതിലൂടെ നമ്മൾ മാലിന്യങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ജൈവ അജൈവ മാലിന്യ ശേഖരണ കേന്ദ്രമാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതോടനുബന്ധിച്ച് തന്നെ ഒരു ടീ ഷോപ്പും ആരംഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ ടീ ഷോപ്പ് ആരംഭിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ നടത്തിപ്പിന് ഒരാൾ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്കൊരു ജീവിതമാർഗം എന്നുള്ള നിലയ്ക്ക് ഒരു ടീ ഷോപ്പും കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ടീ ഷോപ്പും പ്രവർത്തനം ആരംഭിച്ചു. തവനൂർ കഫേ എന്ന പേരിലാണ് ടീ ഷോപ്പ്. ന്യൂസ് 18 തവനൂർ. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിൽ ചിറപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഇരമല്ലൂർ ഹോമിയോ ഡിസ്പെൻസറി തകർന്നിട്ട് 1 വർഷം പിന്നിട്ടു. കനത്ത മഴയിലാണ് കെട്ടിടത്തിന്റെ ചുറ്റുമതിലും ചിറയോട് ചേർന്ന കരിങ്കൽ കെട്ടും തകർന്നത്. ദിവസേന നിരവധി രോഗികൾ വന്നു പോകുന്ന ഹോമിയോ ഡിസ്പെൻസറി ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിന്റെ പുറകുവശത്ത് ചിറയുടെ ബണ്ടുൾപ്പെടെ തകർന്ന അവസ്ഥയിലാണ്. നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യത്തെ തുടർന്നാണ് ഹോമിയോ ആശുപത്രി ചിറപ്പടിയിൽ പണി പൂർത്തിയാക്കിയത്. 10 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. ബന്ധപ്പെട്ട അധികാരികൾ ഈ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ കെട്ടിടം ഇങ്ങനെ അനാഥപ്രേതം പോലെ ഇടാതെ ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ കെട്ടിടത്തിന്റെ സംവിധാനങ്ങൾ നന്നാക്കിക്കൊണ്ട് ഉടൻ തന്നെ ഇതിലേക്ക് മാറ്റി ഈ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവർത്തനം തുടങ്ങി ചുരുങ്ങിയ കാലയളവിൽ തന്നെ ആശുപത്രി നശിച്ചു. തുടർ ജോലികൾ ചെയ്യാതെ കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കെട്ടിടം തകരാൻ കാരണമെന്നാണ് പരാതി. ന്യൂസ് 18 കോതമംഗലം. തൊടുപുഴ നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരവുമായി ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി യാഥാർത്ഥ്യമായി. കിഫ്ബിയിൽ നിന്ന് ലഭിച്ച 34 കോടി രൂപ ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. തൊടുപുഴ നഗരസഭയിലെയും ഇടിവെട്ടി ഗ്രാമപഞ്ചായത്തിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടാണ് 4 വർഷം മുമ്പ് ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി തുടങ്ങിയത്. 34 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ലഭിച്ചു. നിർമ്മാണം പൂർത്തിയായ പദ്ധതി പ്രവർത്തനം തുടങ്ങി. 15 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റും 4 ടാങ്കുകളുമാണ് ഇതിനായി നിർമ്മിച്ചിട്ടുള്ളത്. പട്ടാണിക്കുന്ന്, ബംഗ്ലാൻകുന്ന്, ഉറവപ്പാറ, കൊന്നക്കാമല എന്നിവിടങ്ങളിലെ ടാങ്കുകളിൽ നിന്നാണ് ജലവിതരണം. വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. മണക്കാട് പഞ്ചായത്തിന്റെ ചെറിയൊരു പ്രദേശവും ഉൾപ്പെടെ ഏതാണ്ട് 3000-ഓളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം നേരിട്ട് ലഭിക്കുമെന്നുള്ളതാണ് ഏറെ സന്തോഷകരം. തൊടുപുഴയാറ്റിൽ നിന്ന് ജലം ശേഖരിക്കുന്നതിനായി 12 മീറ്റർ വ്യാസമുള്ള കിണറും അനുബന്ധ പമ്പിംഗ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിനുള്ള 82 കോടി രൂപയുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയായ മലയോര ഹൈവേയുടെ 1ാം ഘട്ടം പൂർത്തിയായി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ നന്താരപദവ് മുതൽ പാറശാല വരെ 1251 കിലോമീറ്ററിലാണ് പാത ഒരുങ്ങുന്നത്.
2018 ജൂണിലാണ് നന്താരപ്പദവ് മുതൽ ചേവാർ വരെയുള്ള മലയോര ഹൈവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വോർക്കാടി, മീഞ്ച, പൈവളിക എന്നീ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്നതാണ് മലയോര പാത. കാസർകോട്ടെ ആദ്യ മലയോര ഹൈവേ പദ്ധതി കൂടിയാണിത്. കിഫ്ബി വഴി 54.53 കോടി ചെലവിട്ടാണ് പാത പൂർത്തീകരിച്ചത്. 12 മീറ്റർ ഫോർമേഷൻ വീതിയും 8.8 മീറ്റർ വീതിയിലുള്ള ടാറിങ്ങും ആവശ്യമായ സ്ഥലങ്ങളിൽ 1 മീറ്റർ വീതിയിൽ ഇരുവശത്തുമായി നടപ്പാതകളും സുങ്കതകട്ട, മോർത്താന, മിയാപദവ് എന്നീ ജംഗ്ഷനുകളുടെ നവീകരണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് 12 മീറ്ററായി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ഥലം റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്ന നാട്ടുകാർ സൗജന്യമായാണ് നൽകിയത് എന്നത് എടുത്തു പറയേണ്ടുന്ന പ്രത്യേകതയാണ്. അവരുടെ നല്ല മനസ്സിനെ ഹാർദമായി അഭിനന്ദിക്കുന്നു. നന്താരപ്പദവ് മുതൽ പാറശാല വരെയുള്ള 1251 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേക്കായി 3500 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. നന്താരപ്പദവ് ചേവാർ പാത സംസ്ഥാനത്ത് മലയോര ഹൈവേ ആരംഭിക്കുന്ന പ്രഥമ റീച്ച് എന്നതിലുപരി കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന വാണിജ്യ പ്രാധാന്യമുള്ള ഒരു റോഡായും ഇത് മാറി. ന്യൂസ് 18 കാസർഗോഡ്. അരുവിക്കര കൊണ്ണിയൂരിൽ വീടിന് തീപിടിച്ച് വയോധിക വെന്തു മരിച്ചു. ചെറിയ കുണ്ണി ഭഗവതിപുരം സ്വദേശി സ്വർണ്ണമയാണ് മരിച്ചത്. ഇവർ ഒറ്റയ്ക്കാണ് താമസം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. വളർത്തുനായയുടെ നിർത്താതെയുള്ള കുര ശ്രദ്ധയിൽപ്പെട്ടാണ് സംഭവം പുറംലോകം അറിയുന്നത്. നാട്ടുകാർ എത്തുമ്പോഴും തീ ആളിപ്പടർന്നിരുന്നു. അരുവിക്കര പോലീസും കാട്ടാക്കട അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും സ്വർണ്ണമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വിതുര പെൺവാണിഭ കേസിൽ 1-ാം പ്രതി സുരേഷിന്റെ വിധി ഇന്നറിയാം. കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. തടവിൽ പാർപ്പിക്കൽ, അനാശാസ്യം, പെൺകുട്ടിയെ ആളുകൾക്ക് കൈമാറൽ എന്നീ കുറ്റങ്ങൾ ശരിവച്ച കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് ഇന്നലെ വിധിച്ചിരുന്നു. സുരേഷിനെതിരെയുള്ള 24 കേസുകളിൽ ആദ്യത്തെ കേസിലാണ് ശിക്ഷ വിധിക്കുന്നത്. 13 വയസ്സുള്ളപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ച ആളെ വർഷങ്ങൾക്കു ശേഷം പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മൈത്ര സ്വദേശി പുന്നക്കണ്ടി ആദംകുട്ടിയാണ് പോക്സോ കേസിൽ അറസ്റ്റിലായത്. ഇപ്പോൾ പ്രായപൂർത്തിയായ പെൺകുട്ടി വീട്ടുകാർ വിവാഹം ആലോചിച്ചിരുന്നുവെങ്കിലും വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. കോവിഡ് സമയത്തെ കൌൺസിലിംഗിനായി പോലീസ് ചേരി പദ്ധതി പ്രകാരം നൽകിയ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാണ് പെൺകുട്ടി വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. മൂന്നാർ സൈലന്റ് വാലി പാതയിലെ 20 മുറി റോഡ് പുനർനിർമ്മിക്കാൻ നടപടിയില്ല. റോഡ് തകർന്നിട്ട് വർഷങ്ങളായതോടെ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടിലായി. സൈലന്റ് വാലി റോഡിലെ 20 മുറി ഭാഗത്താണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പരാതിയും നിവേദനങ്ങളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. വെറ്റിനറി ഹോസ്പിറ്റൽ, ഹോർട്ടികോർപ്പ്, പൊതുശ്മശാനമായ ശാന്തിവനം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇതാണ് വഴി. തകർന്ന റോഡിൽ വാഹനങ്ങൾ ഏറിയതോടെ ചില സമയങ്ങളിൽ ഗതാഗത കുരുക്കുമുണ്ട്. നടന്നു പോകാനും ഇപ്പോൾ പ്രയാസമായി കഴിഞ്ഞു. നടക്കാൻ പോലും മേലാത്ത കണ്ടീഷനായിരിക്കുകയാണ്. ഇപ്പോൾ 4 വർഷത്തോളമായി ആ ഒരു വഴിയെ പോകാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, വാഹനം ഒന്നും ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പ്രളയകാലത്ത് തകർന്ന മൂന്നാറിലെ വിവിധ റോഡുകളാണ് ഇത്തരത്തിൽ താറുമാറായി കിടക്കുന്നത്. രോഗികളെ കൊണ്ടുപോകുവാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിലാണ് പല റോഡുകളുടെയും അവസ്ഥ. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കിയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് 1,88 ലക്ഷം രൂപ അനുവദിച്ചതായി റോഷി അഗസ്റ്റിൻ MLA അറിയിച്ചു. പ്രളയത്തെ തുടർന്ന് തകർന്ന മുഴുവൻ റോഡുകൾക്കും വിവിധ പദ്ധതികളിൽ നിന്നും തുക അനുവദിച്ചു. പകുതിപ്പാലം, മുരിക്കാശ്ശേരി റോഡ്, വാഴത്തോപ്പ് മണിയാറൻകുടി റോഡ്, തടിയമ്പാട് ചെറുതോണി റോഡ്, ചിന്നാർ പെരിഞ്ചാംകുട്ടി റോഡ്, കീരിത്തോട്ട് പെരിയാർ വാലി എന്നീ റോഡുകൾ നവീകരിക്കും. ടെൻഡർ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും MLA പറഞ്ഞു. മുരിക്കാശ്ശേരി രാജപുരം കീരിത്തോട് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി 3 കോടി രൂപയും കൂടി അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കീരിത്തോട് ആറാങ്കൂപ്പ് ഏഴാങ്കൂപ്പ് പകുതിപ്പാലം പെരിയാർ വാലി റോഡിന് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ ഭരണാനുമതി ലഭിച്ചാൽ ഉടനെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിക്കും. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷൻ വഴി, അതുപോലെ തന്നെ മുരിക്കാശ്ശേരി സ്കൂൾ ജംഗ്ഷൻ വഴിയുള്ള റോഡ്, നമ്മുടെ ചിന്നാറിലേക്കുള്ള റോഡ്, കോളേജിൽ നിന്ന് ചിന്നാറിലേക്കുള്ള റോഡ്, ചിന്നാർ പെരിഞ്ചാംകുട്ടി റോഡിൻ്റെ പോർഷന്, അങ്ങനെയുള്ള റോഡുകൾക്കും ഫണ്ട് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രസ്തുത റോഡുകളുടെ നിർമ്മാണം താമസിയാതെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഒരുവിധപ്പെട്ട എല്ലാ റോഡുകളും നമുക്ക് സമയബന്ധിതമായി തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇടുക്കി നെടുങ്കണ്ടം കമ്പമെട്ടിലെ കള്ളനോട്ട് കേസിന് പിന്നിൽ സേലം, ചെന്നൈ എന്നിവിടങ്ങളിലെ വൻ മാഫിയ സംഘമെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധമുള്ള ഒട്ടേറെ പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. പ്രതികളെ തമിഴ്നാട്ടിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തി. കമ്പമെട്ടിലെ 3 ലക്ഷം രൂപയുടെ കള്ളനോട്ട് കേസിൽ റിമാൻഡിലായ പ്രതികളിൽ 2 പേരെ കമ്പമെട്ട് പോലീസ് രണ്ടാമതും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. പ്രതികളായിരുന്ന മുത്തുവേന്ദ്രൻ, സുബ്ബയ്യൻ എന്നിവരെയാണ് വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കള്ളനോട്ട് അച്ചടിച്ച പ്രിന്റർ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കണ്ടെത്താനാണ് പ്രതികളെ രണ്ടാം തവണയും കസ്റ്റഡിയിൽ വാങ്ങിയത്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കള്ളനോട്ട് വിതരണത്തിനു പിന്നിൽ വൻ മാഫിയ സംഘമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവരെ ചോദ്യം ചെയ്ത സമയത്ത് ഇവരെ നമ്മളോട് സംബന്ധിച്ചിരുന്ന ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും 2 പേരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിച്ചു. കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതിൻ്റെ യഥാർത്ഥ ഡീലറെ പറ്റിയുള്ള വിവരം കിട്ടുന്നത്. ആദ്യം അവർ തന്ന ഇൻഫർമേഷൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിയെന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത് നമ്മൾ ചോദ്യം ചെയ്ത് ചെന്നൈയിലുള്ള അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ഈറോഡിൽ നിന്ന് ഇതിൻ്റെ ഡീലറെ കണ്ടെത്തുകയുണ്ടായി. ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള വൻ കള്ളനോട്ട് മാഫിയയിലെ കണ്ണികൾ മാത്രമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. കോയമ്പത്തൂർ, തേനി മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ കള്ളനോട്ട് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച യന്ത്രവും മറ്റു ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ചയാണ് 3 ലക്ഷം രൂപയുടെ കള്ളനോട്ടുകളുമായി 6 അംഗ സംഘം കമ്പമെട്ടിൽ പിടിയിലായത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി കോയമ്പത്തൂർ, ഉത്തമപാളയം, തേനി, മധുര, ചിന്നമന്നൂർ, കമ്പം, കുമളി തുടങ്ങിയ മേഖലകളിൽ നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കൂടുതൽ മെഷീനുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിട്ടുള്ളതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. സേലം, ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘത്തിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് 18 കമ്പമെട്ട്. കാർഷിക കേരളം. മലപ്പുറം ഇരുമ്പിളിയം ആനക്കര പാടശേഖരത്ത് വിളവെടുപ്പ് ആഘോഷമാക്കിയ വിദ്യാർത്ഥികൾ. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയിലായിരുന്നു വിളവെടുപ്പ്. ഒരേക്കറോളം സ്ഥലത്താണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയത്. പരമ്പരാഗത കർഷക തൊഴിലാളിയായ കാളിയമ്മയുടെ കൊയ്ത്തുപാട്ടിനൊപ്പമായിരുന്നു ഇരുമ്പിളിയം ആനക്കര കൊയ്ത്ത്. പൊന്മണി വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ജൈവ രീതിയിലായിരുന്നു കൃഷി. ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ കാർഷിക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പുതുതലമുറ കണ്ടെത്തണമെന്നും അവർ വഴി നാളെ സമൂഹത്തിന് നല്ല രീതിയിൽ നല്ല കർഷകരെ, വിദ്യാസമ്പന്നരായ കർഷകരെ നേടിയെടുക്കാൻ കഴിയണം എന്നും മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികൾ കൂടി ചേർന്നതോടെ കൊയ്ത്ത് ആഘോഷമായി മാറി. നാഷണൽ സർവീസ് സ്കീം വളാഞ്ചേരി ക്ലസ്റ്ററിന് കീഴിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തത്. വിത്തും വളവും മാർഗനിർദ്ദേശങ്ങളും വിള ഇൻഷുറൻസുകളും കൃഷിഭവൻ മുഖേന ഇവർക്ക് ലഭ്യമാക്കിയിരുന്നു. കൊയ്തെടുത്ത നെല്ല് പ്രദേശത്തെ നാട്ടുകാർക്കും സപ്ലൈകോ വഴിയും വിതരണം ചെയ്യാനാണ് തീരുമാനം. ന്യൂസ് 18 വളാഞ്ചേരി. പെരുമ്പാവൂർ ഐമുറിക്കര നെല്ലുൽപാദക പാടശേഖര സമിതിയുടെ കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി. 125 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. വർഷങ്ങളോളം തരിശായി കിടന്ന ഭൂമി കൃഷിയോഗ്യമാക്കിയാണ് നെൽകൃഷി നടത്തിയത്. 100 മേനി വിളവും കിട്ടി. 125 ഏക്കറിലായിരുന്നു കൃഷി. തീർച്ചയായിട്ടും പഞ്ചായത്ത് സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു കാർഷിക മേഖലയാണ് കൂപ്പിടി ഗ്രാമപഞ്ചായത്ത്. എനിക്ക് തോന്നുന്നു ഏകദേശം എൻ്റെ അറിവാണെങ്കിൽ ഏകദേശം ഒരു 20 വർഷക്കാലമായി ഈ പാടശേഖരം ഒരു പണിയും ചെയ്യാതെ തരിശായി കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് 150 ഏക്കർ കൃഷി ചെയ്യാൻ ഫ്രണ്ടിലേക്ക് വന്ന, അതിനെ പ്രോത്സാഹനം കൊടുത്ത കഴിഞ്ഞ ഭരണസമിതിക്കും അതുപോലെ തന്നെ അതിൻ്റെ പാടശേഖര സമിതി അംഗങ്ങൾക്കും കൃഷി ഓഫീസർമാർക്കും തീർച്ചയായിട്ടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നെൽകൃഷി നടത്തിയത്. യന്ത്രം ഉപയോഗിച്ചാണ് നെൽക്കതിരുകൾ കൊയ്തെടുത്തത്. പഞ്ചായത്ത്, കൃഷി വകുപ്പ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു കൊയ്ത്തുത്സവം. ന്യൂസ് 18 പെരുമ്പാവൂർ. കോതമംഗലം കിഴക്കമ്പലം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ വരനെല്ല് ഭീഷണി. നെൽച്ചെടികളോടൊപ്പം വളരുന്ന കളയാണ് വരനെല്ല്. കൃഷിയെ ബാധിക്കുമെന്നതിനാൽ കർഷകരും ആശങ്കയിലാണ്. പാടശേഖരങ്ങളിൽ വരനെല്ല് ശല്യം രൂക്ഷമാണ്. നെൽകൃഷിയുടെ വിളവെടുപ്പിന് മുൻപേ കൃഷിയിടമാകെ കള വളരും. ഇതോടെ നെൽച്ചെടികൾ കൊയ്തെടുക്കാനാകാത്ത സ്ഥിതിയാണ്. കള നീക്കം ചെയ്യുന്നത് ശ്രമകരമായ പ്രവൃത്തിയായതിനാൽ നെൽച്ചെടികളും മറിഞ്ഞു വീണ് നശിക്കും. ഇത്തരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിക്കുന്നത്. മാക്കിനിക്കര, കാരിക്കുളം, മലയിടം തുരുത്ത് പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലാണ് വരനെല്ല് ഭീഷണി ഉയർത്തുന്നത്. ഇതുമൂലം ഇവിടെ കൃഷി ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഈ പ്രാവശ്യത്തെ പോലെ ഒരിക്കലും എൻ്റെ ഓർമ്മയിൽ ഇതുപോലെ വിത്തിനകത്ത് നെല്ലിനകത്ത് ഉണ്ടായിട്ടില്ല. വേർതിരിക്കാൻ പാടാതെ ഇത് നെല്ലിൻ്റെ മുകളിലായി സാധനം, അതുകൊണ്ട് ഈ നെല്ല് അടിഞ്ഞുപോയി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ചെത്തിക്കളയായിരുന്നു. അതിനും സാധിക്കാത്ത അവസ്ഥ വന്നു.
കള നീക്കം ചെയ്താലും വീണ്ടും മുളച്ചുപൊന്തും. ഇക്കാരണത്താൽ അടുത്ത തവണത്തെ കൃഷിയും പ്രതിസന്ധിയിലാണ്. മുൻ വർഷങ്ങളിലും വരനെല്ല് ബാധിച്ചിരുന്നെങ്കിലും ഈ വർഷത്തെ സ്ഥിതി രൂക്ഷമാണ്. സർക്കാർ ഇടപെട്ട് നശിച്ച വിളകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിൽ കുരുമുളക് ചെടികൾക്ക് അജ്ഞാത രോഗം. ചെടികൾക്ക് മഞ്ഞപ്പ് ബാധിച്ച് ഉണങ്ങിക്കരിയുന്നത് തടയാൻ കൃഷിവകുപ്പ് നിർദ്ദേശിച്ച പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമാകുന്നില്ല. വിലയിടിവും ഉൽപാദനക്കുറവും മൂലം പ്രതിസന്ധിയിലായ കുരുമുളക് കർഷകരുടെ നില കൂടുതൽ പരിങ്ങലിലാവുകയാണ്. വ്യാപകമായ അജ്ഞാത രോഗം. വിളവെടുപ്പിന്റെ നാളുകളിലാണ് ചെടികൾക്ക് പഴുപ്പ് ബാധിച്ച് ഉണങ്ങി നശിക്കുന്നത്. പാകമാകുന്നതിനു മുമ്പ് കുരുമുളകും പഴുത്തു കൊഴിഞ്ഞു വീഴുകയാണ്. രോഗം എന്താണെന്ന് കണ്ടെത്താത്തതിനാൽ എന്താണ് പരിഹാരമെന്നറിയാതെ കർഷകർ വലയുകയാണ്. ഇതുവരെ ഈ കൊടിക്ക് ഇങ്ങനെ ഒരു രോഗം ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് ഇതുവരെ ആർക്കും അറിയാനും പറ്റില്ല. ഞാൻ കൃഷി ഓഫീസിൽ നിന്ന് അറിവുകൊണ്ട് കാണിക്കുകയും അവർ നിർദ്ദേശം മരുന്നുകൾ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും പ്രതിഫലങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് ഒന്നത് വില കുറവാണ്. ഇതിലൂടെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ കൃഷി ഓഫീസിൽ നിന്ന് അവരെ വിളിച്ചിട്ട് മരുന്നുകൾ ചെയ്തിട്ടും ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ കണക്കിന് പോയാൽ ജനങ്ങൾ ഇവിടുത്തെ കർഷകർ വളരെ പ്രതിസന്ധിയിലാവുമെന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു. തോമസിന്റെ തോട്ടത്തിലെ ആദ്യം ഒരു ചെടിയിലാണ് രോഗം കണ്ടത്. പിന്നീട് എല്ലാ ചെടികളിലേക്കും പടരുകയായിരുന്നു. ഹൈറേഞ്ചിലെ മിക്ക കർഷകരുടെയും തോട്ടങ്ങളിൽ ചെടികൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലുള്ളവർ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 രാജാക്കാട്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. തിരുവനന്തപുരം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രവും മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രവും നെടിയിരുപ്പ് കൃഷിഭവനും ചേർന്ന കിഴങ്ങുവർഗ വിള സാങ്കേതിക വിദ്യകളിൽ കർഷകർക്ക് പരിശീലനം നൽകി. നെടിയിരുപ്പ് GPS സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത സുഹ്റ ബീബി ഉദ്ഘാടനം ചെയ്തു. ശ്രീരക്ഷ എന്ന പുതിയ മരച്ചീനി ഇനത്തിന്റെ വിതരണോദ്ഘാടനം നഗരസഭാ കൌൺസിലർ KK അസ്മാബി നിർവഹിച്ചു. പരിശീലനത്തിന് കൃഷി വിജ്ഞാന കേന്ദ്ര മേധാവി ഡോക്ടർ C ഇബ്രാഹിംകുട്ടി, തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ PK അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഇടുക്കിയിലെ പ്രധാന പ്രാദേശിക ടൂറിസം കേന്ദ്രമായ ചതുരംഗപ്പാറയിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. ജില്ലയിൽ DTPC പുതിയതായി ഏറ്റെടുക്കുന്ന 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ചതുരംഗപ്പാറയും ഉൾപ്പെട്ടതോടെയാണ് ഇത്. തമിഴ്നാട് വിനോദസഞ്ചാര വകുപ്പും മേഖലയിൽ പദ്ധതികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഉടുമ്പൻചോലയ്ക്ക് സമീപമാണ് ചതുരംഗപ്പാറ. മലമുകളിൽ കയറിയാൽ ചുറ്റിലും നിറയുന്ന വിദൂര കാഴ്ചകളാണ് ചതുരംഗപ്പാറയെ വ്യത്യസ്തമാക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പും തമിഴ്നാടിന്റെ വിദൂര ദൃശ്യങ്ങളും കാറ്റാടിപ്പാടവും. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ചതുരംഗപ്പാറയുടെയും വികസനത്തിന് വിലങ്ങുതടിയാകുന്നത്. വഴി മോശമാണ്. ഞങ്ങൾ ഇനി വഴിയൊക്കെ നന്നായി വരുവാണെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ടാവും. വണ്ടി അങ്ങ് മുകളിൽ ചെല്ലും. അവിടം വരെ നമുക്ക് വണ്ടിക്ക് പോയി ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ 3-4 കിലോമീറ്റർ നടന്നാണ് പോയത്. DTPC ചതുരംഗപ്പാറ ഉൾപ്പെടെ ജില്ലയിലെ 4 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം എത്തിയതോടെയാണ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യപടിയായി ചതുരംഗപ്പാറ മുതൽ കാറ്റാടിപ്പാടം വരെ റോഡ് ടാർ ചെയ്ത് നന്നാക്കുകയാണ്. ശുചിമുറികൾ, സ്നാക്സ് ബാറുകൾ തുടങ്ങിയവയും നിർമ്മിക്കും. നമ്മൾ ടൂറിസം ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്. അവിടെ ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കം അവിടെ ചെറിയ ആളുകൾക്ക് വന്നിരിക്കാനുള്ള പാർക്ക് സഹിതം നിർമ്മിക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ട് ടൂറിസത്തിനും ഒരു പ്രാമുഖ്യം നൽകാനാണ് നമ്മൾ ആലോചിക്കുന്നത്. തമിഴ്നാടിന്റെ അധീനതയിലാണ് ചതുരംഗപ്പാറ മലനിരകൾ. തമിഴ്നാട് വമ്പൻ ടൂറിസം സാധ്യതയാണ് ഇവിടെ കാണുന്നത്. തേവാരം മെട്ട് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചതുരംഗപ്പാറയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുകയാണ് തമിഴ്നാട് ടൂറിസം വകുപ്പ്. ന്യൂസ് 18 ചതുരംഗപ്പാറ. വയനാട് ജില്ലയുടെ സമഗ്ര വികസനം ഉറപ്പു നൽകുന്ന പാക്കേജ് ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. വിവിധ മേഖലകളുടെ അടിസ്ഥാന വികസനം മുന്നോട്ട് വെക്കുന്നതായിരിക്കും പാക്കേജ് എന്നാണ് കരുതുന്നത്. പാക്കേജ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നാണ് UDFന്റെ ആരോപണം. രാവിലെ 11-ന് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിലാണ് വയനാട് പാക്കേജും കാർബൺ ന്യൂട്രൽ കോഫി പാർക്കിന്റെ DPR പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കുക.
2021-26 കാലയളവിൽ ജില്ലയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് പാക്കേജിൽ ഉണ്ടാവുക. കാർഷിക മേഖലയുടെയും ആദിവാസി മേഖലയുടെയും സമഗ്ര പുരോഗതിയും പാക്കേജിലൂടെ ലക്ഷ്യമിടുന്നു. അടിസ്ഥാന സൗകര്യ വികസനവും തൊഴിൽ സംരംഭങ്ങളുമെല്ലാം പാക്കേജിൽ വിഭാവനം ചെയ്യുന്നു. ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാപ്പിയുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള വയനാട് കോഫി സംഭരണ ഉദ്ഘാടനവും കുടുംബശ്രീ കിയോസ്ക് കൈമാറലും മന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിക്കും. കാർബൺ ന്യൂട്രൽ കാപ്പി എന്ന നിലയിൽ വയനാടൻ കാപ്പി ബ്രാൻഡ് ചെയ്ത് വിപണി കണ്ടെത്തി കർഷകരുടെ വരുമാനം ഉയർത്തുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള വയനാട് പാക്കേജും വയനാട് മെഡിക്കൽ കോളേജും LDFന്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് UDFന്റെ ആരോപണം. ന്യൂസ് 18 വയനാട്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ അഗ്നിച്ചിറകുകൾ മോഴ്സ് കോഡിലേക്ക് വിവർത്തനം ചെയ്ത കോതമംഗലം സ്വദേശി സാഹിൽ ഷാ. ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. ടെലിഗ്രാം സന്ദേശം അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മോഴ്സ് കോഡിലേക്കാണ് സാഹിൽ ഷാ അഗ്നിച്ചിറകുകൾ വിവർത്തനം ചെയ്തിരിക്കുന്നത്. 31 ദിവസമെടുത്ത് 600 പേജുകളിലായാണ് വിവർത്തനം പൂർത്തിയാക്കിയത്. BSc നോട്ടിക്കൽ സയൻസ് വിദ്യാർത്ഥിയായ സാഹിൽ ഷാ ഓൺലൈൻ വഴിയാണ് മോഴ്സ് കോഡ് പഠിച്ചെടുത്തത്. ഞാൻ ലോക്ക്ഡൗൺ പീരീഡിലാണ് മോഴ്സ് കോഡിനെ പറ്റി അറിയുന്നതും ഫാദറാണ് മോഴ്സ് കോഡ് എന്താണെന്നും ഇത് പഠിക്കുന്നതിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഓൺലൈൻ വഴിയും മറ്റു മാധ്യമങ്ങളിലൂടെയും മോഴ്സ് കോഡ് എഴുതി വയ്ക്കുകയും അത് പഠിക്കുകയും ചെയ്തു. ഏകദേശം ഒരാഴ്ച എടുത്തു അത് പഠിക്കാനായിട്ട്. ആദ്യം കുറേ മിസ്റ്റേക്കുകൾ വന്നെങ്കിലും പിന്നീട് അതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആ ബുക്ക് ഫുൾ ഞാൻ ഒഫീഷ്യലി 31 ഡേയ്സ് കൊണ്ട് ഫുൾ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു. പോസ്റ്റ് ഓഫീസുകളിൽ മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന മോഴ്സ് കോഡ് ഇപ്പോൾ ഹാം റേഡിയോ സന്ദേശങ്ങൾ കൈമാറുന്നതിനും സേനാ വിഭാഗങ്ങളുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ആദ്യമായാണ് ഒരു പുസ്തകം മോഴ്സ് കോഡിലേക്ക് വിവർത്തനം ചെയ്യുന്നതെന്ന് സാഹിൽ ഷാ അവകാശപ്പെടുന്നു. ഏഷ്യൻ ബുക്സ് ഓഫ് റെക്കോർഡുകളിൽ ഇടം നേടിയ സാഹിലിന്റെ അടുത്ത ലക്ഷ്യം വേൾഡ് റെക്കോർഡാണ്. കുറ്റിലഞ്ഞി, ഓലിപ്പാറ, കാഞ്ഞിരക്കുഴിയിൽ ഷാജി റജീല ദമ്പതികളുടെ മൂത്ത മകനായ സാഹിലിന് വീട്ടുകാരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 കോതമംഗലം. മോയിൻകുട്ടി വൈദ്യർ സ്മാരക മാപ്പിളകല അക്കാദമി ഉപകേന്ദ്രം നാദാപുരത്ത് പ്രവർത്തനം തുടങ്ങി. 1 കോടി രൂപ ചെലവിട്ടാണ് കേന്ദ്രം നിർമ്മിച്ചത്. നാട്ടുകാർ വിട്ടുനൽകിയ ഭൂമിയിലാണ് കേന്ദ്രം നിർമ്മിച്ചത്. മന്ത്രി AK ബാലൻ ഓൺലൈനായാണ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. EK വിജയൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ചലച്ചിത്രമേള തുടരുന്നു. ഇരുപത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ ഇന്ന് 24 ചിത്രങ്ങൾ പ്രേക്ഷകരിലെത്തും. മത്സര വിഭാഗത്തിൽ 6 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. വെനീസ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ കിയോഷി കുറസോവ ചിത്രം വൈഫ് ഓഫ് എ സ്പൈ ആണ് ഇന്നത്തെ ആകർഷണം. ലോക സിനിമാ വിഭാഗത്തിൽ 7 ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. കുടുംബജീവിതത്തിലെ താളപ്പിഴകൾ പ്രമേയമാക്കിയ വൈഫ് ഓഫ് എ സ്പൈ ആണ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം. വൈകിട്ട് 7 മണിക്ക് കൈരളി തിയേറ്ററിലാണ് ചിത്രത്തിന്റെ പ്രദർശനം. 仲居をしていた草壁弘子が殺されました。ご存知ですかこの女。私を疑ってらっしゃる。草壁弘子を満州から連れ帰ったのは優作さんです。あなたと。മത്സര വിഭാഗത്തിൽ ഡെസ്റ്ററോ ഉൾപ്പെടെ 4 ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനമാണ് ഇന്നത്തേത്. മലയാള ചിത്രങ്ങളായ വാങ്ക്, ബിരിയാണി എന്നിവയും ഇന്ന് പ്രേക്ഷകരിലെത്തും. എനിക്ക് JNU പഠിക്കാൻ താല്പര്യം. അതൊരു വെടക്ക് കോളേജാണ് കേൾക്കണേ. ജവഹർലാൽ നെഹ്റുടെ പേരുള്ളോണ്ടാണോ? ഹലോ ഹായ്. ഈ എന്താടി തലയില് പൗഡർ ഉള്ളത്? ഈ ഇന്നും തലനച്ചില്ല അല്ലേ? ശില്പ ഷെട്ടിയിലും പറഞ്ഞിട്ടുണ്ട് ദിവസം തല ഒടിക്കരുത്. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ രജത ജൂബിലി ഫോട്ടോ പ്രദർശനം രാവിലെ സൂര്യകൃഷ്ണമൂർത്തി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.